ഹായ് ഹലോ നമസ്കാരം. പെർഫെക്റ്റ് ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് സൺഡേ ആണ്. പക്ഷെ നമുക്ക് ഒരു പുതിയൊരു സൈറ്റ് സ്റ്റാർട്ടിംഗ് ആണ്. കാരാകുർശിയാണ്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ആശാരി പ്ലാന് അളവെല്ലാം കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ പ്ലാൻ തന്നെയാണ് നമുക്ക് തിരിച്ച് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. കാരാകുർശിയാണ് സ്ഥലം. അതിന് ശേഷം നമ്മളവിടെ പോയി സൈറ്റിൻ്റെ നീളവും വീതിയെല്ലാം പിടിച്ച്, അതായത് സൈഡ് അളവും ഫ്രണ്ട് യാർഡും ബാക്ക് യാർഡൊക്കെ ഏകദേശം എത്ര സ്പേസ് വിട്ടിട്ട് കുറ്റിയടിക്കണം എന്നുള്ള രീതിക്ക് മെഷർ ചെയ്യാനായിട്ട് തുടങ്ങി. അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആശാരി എന്ന് പറയുന്നത് നമ്മുടെ പ്ലാപ്പറ്റ അവിടെയുള്ള ഒരു കണ്ണേട്ടൻ എന്ന് പറഞ്ഞവരായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടെ ആളെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൾ നല്ല കോർപ്പറേഷനായിരുന്നു കേട്ടോ നമ്മളോടൊക്കെ. അതായത് അവിടെ വന്ന് മെഷർ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കൂടി പൂജയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഓരോ ഭാഗത്തും ഓരോ വിധത്തിലല്ലേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആളവിടെ പൂജയുടെ ഇടയിലാണെങ്കിലും അവനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാവർക്കും വീട് എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണല്ലോ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ ആൾ അതിനൊരു വലിയൊരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ഞങ്ങളോടാണെങ്കിലും ഇൻറ്ററാക്ഷൻസും അതേപോലെ എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, പണി എങ്ങനെ ചെയ്യാനാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആൾ ഞങ്ങളോട് ചർച്ച ചെയ്തു. പൂജയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതേപോലെ അത് നടത്തി. അതിലെല്ലാം ആ വീട്ടിലെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഗൃഹനാഥനെ അവർ മാക്സിമം അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടു. അതായത് ആൾ വരിക, പൂജ ചെയ്യുക, കുറ്റിയടിക്കുക, പോവുക എന്നുള്ളതിലുപരി അവർക്ക് എല്ലാവർക്കും അതിൽ അവരുടെ സ്വപ്നഭവനാണ്. അപ്പം അതിനനുസരിച്ച് അതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. അതുപോലെ പണിയെടുക്കുന്നത് ഞങ്ങളാണ്. അപ്പം ഞങ്ങളെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. പൂജ ചെയ്യുമ്പോൾ ആണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ അടക്കം അവരെ ചേർത്തി നിർത്തിയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തത്. അതേപോലെ ആളെങ്ങനെയെന്ന് വെച്ചാൽ തേങ്ങയൊക്കെ ഉടയ്ക്കുന്ന സമയത്താണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ അവർക്ക് അപ്പം തന്നെ വീട്ടുകാരനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പറഞ്ഞ ഒരു ലെവൽ എന്താണെന്ന് വെച്ചാൽ എല്ലാം ഓക്കെയാണ്. അതായത് നല്ല ഇതായിട്ടാണ് കാണുന്നത്. വളരെ പെട്ടെന്ന് വീട് കയറും എന്നുള്ളൊരു വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു. അതേപോലെ കുറ്റിയടിക്കണതാണെങ്കിലും നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് കുറ്റിയടിക്കുക എന്ന് പറയുമ്പോൾ ഓരോ ഭാഗത്തും ഓരോ ഏരിയ ഓരോ രീതിയിലായിരുന്നല്ലോ. അപ്പം നമ്മുടെ ഇവിടെയൊക്കെ കുറ്റിയടിക്കുക എന്ന് പറയുമ്പോൾ അവരടിക്കുന്നു. അതിനുശേഷം അവിടെ കൂടിയിരിക്കുന്നത് ബന്ധുക്കളോ കുടുംബക്കാർ വീട്ടുകാർ എല്ലാവരും കുറ്റിയടിക്കും. പക്ഷേ ഞങ്ങൾ അവിടെ പോയി കണ്ടത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ആളവിടെ കുറ്റിയടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറ്റിയടിക്കുന്ന ചുമതല തച്ചന് മാത്രമാണെന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ ആണ് കുറ്റിയടിക്കുക. അവർ അതിൽ തൊടും എന്ന് മാത്രമേ ഉള്ളൂ. കുറ്റിയടിക്കുന്നത് ആളാണ് ചെയ്യുക. അതായത് അത് തച്ചൻ്റെ അവകാശമാണ്. തച്ചനാണ് മെയിൻ കുറ്റിയടിച്ച് അത് കുറ്റിയടിക്കൽ ചടങ്ങ് നടത്തുന്നത് ആളാണ്. അപ്പോൾ വളരെ നല്ല രീതിക്ക് വളരെ ഭംഗിയോട് കൂടിയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു. ഞങ്ങളോടാണെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം വീട്ടുകാരനോടാണെങ്കിലും ബാക്കിയുള്ളവരോട് ആണെങ്കിലും വീട്ടുപണിയുടെ അതിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ വാസ്തുവിൻ്റെ രീതിയിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെച്ചാൽ പറയാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ദക്ഷിണയൊക്കെ മേടിച്ച് ആൾക്ക് വേറെ സ്ഥലത്ത് കുറ്റിയടിക്കലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാൻ നിന്നു. അപ്പോഴാണ് നമുക്ക് കിണറിനും ബോർവെല്ലിനും സ്ഥാനം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാരമ്പര്യമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് സ്ഥാനം കണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കിണറിൻ്റെ സ്ഥാനം ഈ ഒരു രീതിക്ക് കാണുന്നത്. അപ്പോൾ കഴുത്തിൽ കിടന്ന സ്വർണ്ണ ചെയിനൊക്കെ എടുത്തിട്ട് സ്ഥാനം